കുട്ടിപ്പട്ടാളം കൂടെ വന്നില്ലേ? പേരെന്താ? പേരില്ലേ? അതെന്താന്നാ ചോദിച്ചത്? രാധയുടെ കാരണവന്മാര് രാവിലെ കല്യാണാലോചിച്ച് വീട്ടിൽ വന്നിരുന്നു. നിൽക്കൂ. നിങ്ങളുടെ നാട്ടിലൊക്കെ കുട്ടികളാ കല്യാണാലോചിക്ക? അങ്ങനെയാണെങ്കിൽ പിന്നെ രാധ മാത്രമായിട്ട് എന്തിനാ പോരായിരുന്നത്? അവര് ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും അറിയണേ ചോദിക്കാ, പറയാം. ഏയ് കൊള്ളാം, നല്ല പെൺകുട്ടി. കല്യാണം കഴിക്കുന്നെങ്കിൽ ഇതുപോലെ പെണ്ണെ കഴിക്കും. പരിഷ്കാരത്തിന്റെ ചായം പൊള്ളാത്തും. അല്ല എങ്കിൽ പിന്നെ ഈ കുട്ടിയെ തന്നെ ആലോചിച്ചാൽ എന്താ? പട്ടി അല്ല, ചേട്ടൻ എന്താ കസേര പിടിച്ചിട്ട് വഴി മുടക്കിയിരിക്കുന്നേ? പട്ടിയും പൂച്ചൊന്നകത്തേക്ക് കയറാതിരിക്കാനാ. ഞാനൊരു സഹായം ചോദിക്കാനാ വന്നെ. സഹായം ചോദിക്കൽ പകലായാ പോരെ? വളരെ അർജന്റാണ് ചേട്ടാ. വളരെ നീണ്ട കാര്യമാണെങ്കിൽ നമുക്ക് നാളെ കാലത്തെ സംസാരിക്കാം. ചുരുക്കി പറയാം. എന്റെ അമ്മ മരിക്കുന്ന കാലത്ത് എനിക്ക് 12 വയസ്സായിരുന്നു. അന്ന് മരിക്കാൻ കിടക്കുന്ന നിന്റെ അമ്മയോട് രാജിച്ചെന്നാര് സത്യം ചെയ്ത് പറഞ്ഞതാ രാധയെ നിനക്ക് കല്യാണം കഴിച്ചു തരാം. ഇത് ഈ നാട്ടിൽ നീ എല്ലാവരോടും പാടിക്കൊണ്ട് കിടക്കുന്ന പാട്ടല്ലേ വാസുണ്ണി? എത്ര പാടിയിട്ടും ഒരു പ്രയോജനവും ഇല്ല ചേട്ടാ. ഓടിയാത് വാതിലടച്ചിട്ട് പോകും. പൊക്കോളൂ. രാജിച്ചൻ അമ്മാവനോട് ചേട്ടൻ ഒന്ന് പറയണം. സംസാരിക്കാം. ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ആകെ പ്രശ്നം. നാളെ കാലത്ത് സംസാരിക്കാൻ. പൊക്കോളൂ. തള്ളല്ലേ? വെച്ചോളാം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ പാവം മനുഷ്യ സ്ത്രീയെ പൂട്ടിയിടും. വയസ്സ് കാലത്തൊരു ചെറുപ്പക്കാരിയെ കല്യാണം കഴിച്ച് ബാക്കിയുള്ള ആണുങ്ങൾക്ക് ഈ പറമ്പ് കാലി കുത്തിക്കൂടുന്ന. പാല് നിങ്ങൾ തനിച്ചുള്ള? അതെ. ചേച്ചി എന്തി? ചേച്ചി വീട്ടിലുണ്ട്. എന്താ വരാത്ത? ചേച്ചിക്ക് നാണം. നാണോ? എന്തിനാ? എന്തിനാന്നും ഞങ്ങൾക്ക് അറിയില്ല. എന്നാലേ ചേച്ചിയോട് ഇങ്ങോട്ട് വരാൻ പറയോ? പറഞ്ഞാലും ചേച്ചി വരില്ല. അതെന്താ? നാണം. ഞാനേ ഒരു എഴുത്തെഴുതി തന്നാലേ അത് ചേച്ചിക്ക് കൊടുക്കും. കൊടുക്കാം. ഇയാൾക്ക് ചേച്ചി കാണണമെങ്കിൽ വീട്ടിൽ വന്ന് കണ്ടൂടെ? ചെലുപ്പി ഇയാൾക്ക് ഞാനാവും. അത് ശരിയാ. ചേച്ചിയുടെ കയ്യിൽ തന്നെ കൊടുക്കണം. പ്രിയപ്പെട്ട രാധേ, പ്രിയപ്പെട്ട രാധേന്ന് വളരെ അത്യാവശ്യമായി ഒന്ന് കാണണം, വരുമോ എന്ന് ഞാൻ വീട്ടിൽ പോടാ. ചേച്ചി, അയാള് ചേച്ചിക്ക് ഒരു കത്ത് എഴുതുന്നു. എന്നിട്ട് എവിടെ? വഴിക്ക് വെച്ച് വാസുണ്ണീട്ടും വാങ്ങിച്ചു. നിങ്ങൾ എന്തിനാ കൊടുത്തത്? കൊടുത്തതല്ല, എന്റെ തട്ടിപ്പറിച്ചതാ.
തട്ടിപ്പറിക്കാൻ എന്തിനു സമ്മതിച്ചു വേമ്പി വാങ്ങിട്ട് വാ. ഇല്ല പോടാ. തലാര ഓടിക്കുന്നത് ഞാൻ ഇപ്പൊ പറയും. എന്താടാ? ഒന്നുമില്ലമ്മേ, ഞങ്ങള് വെറുതെ കളിച്ചതാ. കളിച്ചതല്ലമ്മേ, സുവേട്ടനെ തല്ല ഓടിച്ചതാ. എന്താ കാര്യം ഒന്ന് പറയടി. അമ്മേ ഞാൻ പറയാം. ഇവിടെ വാടി. എന്റെ പൊന്നു മോളെ, ഇപ്പോഴെങ്കിലും നിനക്കൊരാളെ ഇഷ്ടമായല്ലോ. വാ മോളെ. സാറിന്റെ തേജസ് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്റെ കയ്യിൽ നിന്ന് കാശും വായിച്ചേ. എന്നെ കിണറ്റിലിടരുത്. അതെ, ഈ അടിപിടി എനിക്ക് വലിയ പരിചയമില്ലാത്ത. അപ്പൊ നീ അതെന്നെ കൊണ്ട് ചെയ്യിച്ചത്. അതുകൊണ്ട് ഈ ഷർട്ടൊക്കെ കഴുകി ഒരു 50 തൊട്ടി വെള്ളം കോരി ചൂടാക്കി എന്നെ കുളിപ്പിച്ചിട്ട് പോയാൽ മതി. എന്തോ ഒരിക്കൽ തൊട്ടിയോടെ തൊട്ടി. എത്ര തൊട്ടി? 50 തൊട്ടി. അയ്യോ, പയ്യൻ നല്ല മിടുക്കനാ. നടന്നാ നമ്മുടെ ഭാഗ്യം. ലക്ഷ്മി കുട്ടിയെ പറഞ്ഞാ നീ വിശ്വസിക്കില്ല. അവന്റെ ഈ വീട്ടിലോട്ടുള്ള ആദ്യത്തെ ആ വരവുണ്ടല്ലോ, ആ വരവ് കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ഇതൊരു വരവാണെന്ന്. അവൻ ഈ വീട്ടിലോട്ട് കയറിയത് വലതുകാലി വെച്ചാ. ഏത് കാലി വെച്ച് കയറിയാലും വേണ്ടതല്ല. അവക്ക് ഇഷ്ടമായല്ലോ, എനിക്കത് മതി. എങ്ങനെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നു കഴിഞ്ഞാ 7-8 വർഷത്തേക്ക് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. നിങ്ങളൊന്ന് പോയി ചോദിക്കുന്നേ, എന്തോന്ന് കല്യാണം എപ്പോഴാണ് നടത്തുന്നതെന്ന്. അത് കൊള്ളാം. അവൻ ഇങ്ങോട്ട് വന്നല്ലേ പെണ്ണി ചോദിക്കേണ്ടത്. അപ്പൊ നമ്മൾ കുറച്ച് ഗമയൊക്കെ കാണിച്ച് ഒടുവിലങ്ങ് സമ്മതിക്കും. നിങ്ങൾ അങ്ങോട്ട് ചെന്നാ മതി, അയാൾ ചോദിച്ചോളൂ. ഇപ്പൊ നമ്മളോട് എങ്ങനെയാ പറയുന്നതെന്ന് വിചാരിച്ചിരിക്കായിരിക്കും. എന്നാലും എനിക്കൊരു വിലയില്ലേ ലക്ഷ്മി കുട്ടി. ഓ, വിലയ്ക്ക് ഒരു കുറവും വരത്തില്ലെന്നേ. നിങ്ങൾ ഒന്ന് പോയി നോക്ക്. ആ, നീ ആ കൊടയും തോർത്തും എടുക്ക്. അയ്യോ, ദേ വരുന്നുണ്ട് ദുശകുനം. നാരായണ നാരായണ നാരായണ.